മഹാഭാരതത്തിലെ ഏതെങ്കിലും യോദ്ധാവ് അർജുനനെ ശരിക്കും വെല്ലുവിളിച്ചിട്ടുണ്ടോ? തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വില്ലാളിയായ അർജുനൻ അജയനായിരുന്നു. തുടക്കത്തിൽ തന്റെ ആന്തരിക സംഘർഷങ്ങൾ കാരണം അർജുനൻ പൂർണ്ണ ശക്തിയോടെ പോരാടിയിരുന്നില്ല. അർജുനന്റെ കോപം ആളിക്കത്തിക്കാൻ കൃഷ്ണന്റെ പ്രേരണകൾ ആവശ്യമായി വന്നു. 14-ാം ദിവസം ദ്രോണാചാര്യർ രൂപപ്പെടുത്തിയ 40 മൈൽ നീളമുള്ള വ്യൂഹത്തെ കീറിമുറിച്ച് ജയദ്രഥനെ തേടിപ്പിടിച്ച് അദ്ദേഹത്തിനെ കൊല്ലുകയും 12-ാം ദിവസം ഭഗദത്തിനും 17-ാം ദിവസം കർണനും അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തി. 13-ാം ദിവസം അർജുനെ കൊല്ലുകയോ യുദ്ധം ചെയ്തു മരിക്കുകയോ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്ത ഒരു ഉഗ്ര യോദ്ധാക്കളുടെ വംശത്തെ അർജുനൻ നേരിട്ടു. അവരുടെ രാജാവ് സുശർമനായിരുന്നു. സംസദകന്മാർ അർജുനെ യുദ്ധക്കളത്തിൽ വിദൂര ഭാഗത്തേക്ക് കൊണ്ടുപോയി. ആ സമയം യുധിഷ്ഠിരനെ പിടികൂടാൻ സങ്കീർണമായ ചക്രവ്യൂഹം ദ്രോണർ നിർമ്മിച്ചു. യുധിഷ്ഠിരനെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും അത് അർജുനന്റെ മകൻ അഭിമന്യുവിന്റെ ദാരുണമായ മരണത്തിലേക്ക് നയിച്ചു.